ആദ്യം ഇതെന്താ നടക്കുന്നതെന്ന് പറയാം. ഞാനും അഞ്ചു ചേച്ചിയും ബ്ലാക്ക് ചുരിദാർ ഇട്ടു. രേ ചേച്ചി നേരെ ഓപ്പോസിറ്റ് വൈറ്റും ഇട്ടു. അവസാനം ആൾക്കൊരു സമാധാനം ഇല്ല. അപ്പോൾ നടുവിൽ കയറി ഇരിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു റിയാക്ഷനാണ് ആ കണ്ടത്. ശരി പോട്ടെ, ഇനിയിപ്പോൾ ആ ഒരു സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് അഞ്ചു ചേച്ചി കണ്ണൊക്കെ തുടച്ചിട്ടാണ് സീറ്റ് കൈമാറിയത്. ഒന്നുമില്ല കേട്ടോ, വെള്ളമുണ്ട് കേട്ടോ. നേരെ കാണിക്കാം എന്നും സമാധാനിക്കാം. നേരെ കാണിക്കുന്നു. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജാൻമണിയുടെ ക്ലാസ്സിന് വന്നിരിക്കുക. 1 ഡേ മേക്കപ്പ് സെമിനാറാണ് കേട്ടോ. എൻ്റെ ആണെങ്കിൽ സൗണ്ട് മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ ജാൻമണിയുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ജാൻമണിയുടെ ക്ലാസ്സാണെന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കാം എന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെത് കണ്ടിട്ട് തന്നെ. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ജാൻമണി വിചാരിച്ച പോലെയല്ല. നമ്മുടെ മൺഡേ മേക്കപ്പ് സെമിനാർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഹെയർ സ്റ്റൈലിസ്റ്റും ട്രൈക്കോളജിസ്റ്റുമായ മിസ്റ്റർ ബാവ പട്ടാമ്പി, അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രെയിനറും കൂടിയായ സുരഭി, എക്സൈസ് ഓഫീസർ PO മഹേഷ് സർ. എല്ലാവരെയും വ്യക്തിപരമായ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഈ മേക്കപ്പ് സെമിനാർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിനായി എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം ജാൻമണി നമുക്ക് സ്റ്റേജിലോട്ട് വരുന്നതാണ്. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഈ പ്രോഗ്രാമിൽ സീരിയസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറേ പേര് ഇവിടെ ഉണ്ട്. ഭൂരിഭാഗം പേരും ബിഗിനേഴ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അവരോട് പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഒരു സുപ്രഭാതം കൊണ്ട് ആരും. ചേച്ചി പറഞ്ഞ കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. പക്ഷെ അത് മെയിനായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതം കൊണ്ട് ആരും മേക്കപ്പ് ആർട്ടിസ്റ്റോ ബ്യൂട്ടീഷ്യനോ അങ്ങനെ ഒന്നും ആവാൻ പോകുന്നില്ല. നമ്മൾ ഒരു എമൗണ്ട് കൊടുത്ത് പഠിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഇത് മെയിനായിട്ട് നമ്മളൊരു പാർലറിൽ കയറിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പക്കയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൈ വഴക്കമൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ പക്കയായിട്ട് പഠിച്ചതിന് ശേഷം ഈ സാലറിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം. അല്ലാതെ ശരിക്കും അങ്ങോട്ട് പഠിച്ചെടുക്കാതെ ജസ്റ്റ് ഒരു ചെറിയൊരു ലെവൽ കിടക്കുമ്പോഴേക്കും സാലറി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല ഓണേഴ്സിന്. നിങ്ങൾക്ക് വർക്കിനനുസരിച്ചിട്ടുള്ള സാലറി എന്തായാലും അവർ അറിഞ്ഞു തന്നെ തരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരും ഒരു സമയത്ത് സ്റ്റാഫായിരുന്നു. ഇതിൽ എനിക്ക് ശരിക്കും ഒരു ചതി പറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൊരു ചതിയാണ്. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചേച്ചി മെയിനായിട്ട് അവിടെ പറഞ്ഞത് കേട്ടോ. ഞങ്ങളുമൊക്കെ ഇതേ രീതിയിൽ കടന്നു വന്ന ആളുകളാണ്. പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്ന്. പെട്ടെന്ന് എന്തൊക്കെയോ ആവണം എന്നുള്ളൊരു സംഭവത്തിലോട്ടാണ് പോകണം. നിങ്ങൾക്ക് അത് പറ്റും, പക്ഷെ കുറച്ച് ക്ഷമ. നിങ്ങൾക്ക് ഇപ്പോൾ 2 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന പിള്ളേർക്ക് ചിലപ്പോൾ അവരത്രയും ട്രെയിൻഡ് ആയിരിക്കും, അത്രയും പ്രാക്ടീസ് അവർക്ക് അവരുടെ അക്കാഡമിയിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് സാധാ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്, കുറഞ്ഞ പൈസയ്ക്ക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഉപദേശമാണെന്ന് ആരും വിചാരിക്കേണ്ട. കുറച്ച് ബോറിങ്ങിന് പറഞ്ഞാൽ മതി, ഞാൻ നിർത്താം. അപ്പോൾ അവർ വരാനുള്ള കുറച്ച് ടൈമുണ്ട്. പിന്നെ നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ടും ഇതിലുള്ള കുറച്ച് എക്സ്പീരിയൻസ്. ആരും എല്ലാം തികഞ്ഞ ആളല്ല, ഈ നിൽക്കുന്ന ഞാനും എല്ലാം തികഞ്ഞ വ്യക്തിയല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ നമ്മുടെ ആ ഒരു നോളജ് വെച്ചിട്ടല്ല വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, അതായത് ചുരുങ്ങിയ എമൗണ്ട് കൊണ്ട് പഠിച്ചിറങ്ങിയ ആൾക്കാർ എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സമയമാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു പാർലറിൽ വർക്കിന് കയറി നിങ്ങൾ 10 മണിക്ക് വരിക 4 മണിക്ക് തിരിച്ചു വരിക അങ്ങനത്തെ ഫീൽഡ് അല്ല. ഏത് ടൈമിലാണോ വർക്ക് വരിക എന്നുള്ളത് അറിയില്ല. നിങ്ങൾ ഏത് സ്ഥലങ്ങളിലാണോ നിങ്ങൾ അവിടുത്തെ
ഓണർ, അവിടുത്തെ സീനിയർ ബ്യൂട്ടീഷ്യൻ, അവരെന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്ത് വർക്ക് പഠിച്ചെടുക്കാനുള്ള മിടുക്കാണ് നിങ്ങൾ കാണിക്കുന്നത്. അല്ലാതെ തൊഴിൽ പറഞ്ഞത് ആളുടെ തലയിൽ ചവിട്ടിക്കൊണ്ട് ഞാൻ എന്തോ ആയി എന്നുള്ളൊരു സംഭവത്തിലോട്ട് വിചാരിക്കണ്ട. കാരണം അനുഭവങ്ങളാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു 10 വർഷം 15 വർഷമായിട്ട് ഫീൽഡിൽ വന്ന ആളുകൾക്ക് എത്ര പാർലർ അറിയാം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അസോസിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതർ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലത് വെക്കുക. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല, നമ്മൾ സീരിയസിൽ പല ആൾക്കാരും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുട്ടി നമ്മുടെ പാർലറിൽ നിന്ന് ഇറങ്ങി അടുത്ത സലൂണിൽ പോകുമ്പോൾ 100% ഞങ്ങളുടെ കോൺടാക്സിലെ ആൾക്കാരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കും, അവിടെ നിന്ന് ഇറങ്ങിയ ആളാണ്, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഇത് ചോദിക്കും. ഇത് നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ പല ആളുകളും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറയണം, അയാൾ ശരിയല്ല, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമോ? കിട്ടില്ല. പിന്നെ പഠിച്ചിറങ്ങി നിങ്ങൾക്ക് സലൂൺ ഇടണം. ഇപ്പൊ പഠിച്ചിറങ്ങിയത് പോയി സലൂൺ ഇടുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങളൊന്ന് തഴക്കും വഴക്കും ഒക്കെ ഒന്ന് വരട്ടെ കയ്യിലേക്ക്, എന്നിട്ട് നിങ്ങൾ ചെയ്തോ. നിങ്ങളെല്ലാവരും ആരും ഒരു സ്റ്റാഫായിട്ടോ ഒരു ട്രെയിനിങ് ആയിട്ടോ കാലാകാലം നിന്ന് പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും അവനവന്ന ആളുകളാണ്. എല്ലാവരും അവനവന്റെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരണം, സ്വന്തം സലൂൺ വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ അതിനൊരു ടൈം ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഒരുപാട് പൈസ ലോൺ എടുത്തിട്ടോ കടോ കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങി വെച്ച് നിങ്ങൾക്ക് അവിടെ വർക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ ചെയ്തതെല്ലാം വേസ്റ്റ് ആയി പോകും. അപ്പോൾ സമാധാനമായിട്ട് നല്ല സലൂണിൽ ട്രെയിനിങ്ങിൽ നിന്ന് അവരുടെ ഗൈഡൻസിനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് കുറേ പേര് പറഞ്ഞു, ചാമ്പടിയുടെ ക്ലാസ് ലാംഗ്വേജ്. അപ്പോൾ ജന്മണി വന്നു. കുറച്ച് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദീപം കൊളുത്തലും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. എഡിറ്റ് ചെയ്യുന്ന ആള് ഫസ്റ്റ് അടിക്കണം. എല്ലാവരും ഓ 1 സെക്കൻഡ്. മതി. I'm so sorry. ഞാൻ കുറിച്ച് ചെയ്തേ പോയി. എൻ്റെ സെറ്റപ്പ് പറഞ്ഞ് ഇന്നെ ഞാൻ സെമിനാറിൽ ഒൺലി നിങ്ങളുടെ വേണ്ടി ഞാൻ പറഞ്ഞേ. എൻ്റെ അമ്മ ICUലാണ്. ഞാൻ അവിടെയാ പഠിച്ചിട്ട് ഇന്നലെ ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ചെയ്തിട്ട് കള്ളത്തര പറഞ്ഞിട്ട് ഇവിടെ എത്തി. സത്യം പറഞ്ഞ് ഞാൻ ഇന്നെ സെമിനാർ ഇല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞില്ലാത്ത ഒരാളാണ്. അമ്മ ഭയങ്കര സീരിയസ് ആണ്. 2 കിഡ്നിക്ക് ഡയലിഷൻ ബാക്ക് ടു ബാക്ക് നടക്കുന്നത്. അതാണ് എന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ അതിന്റെ സോ സോറി കുളിച്ച ടൈം മോർണിംഗ് 7 o'clock ഉറങ്ങി. ഞാൻ ഇങ്ങനെ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു. ജസ്റ്റ് കുളിച്ച് കൂടെ 5-6 ദിവസം ഉറങ്ങിയിട്ടില്ല. സോ സോറി കേട്ടോ. എല്ലാവരും പറയൂ, എങ്ങനെ സുഖാണോ? പാലക്കാട് എനിക്ക് തോന്നി ഒരു 5-6-7 വർഷം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ വന്നത്. 8 years. ഞാൻ രഞ്ജു നമ്മൾ 2 ക്ലാസ് എടുത്ത് ഇപ്പൊ എല്ലാവരും അത് അത് നിങ്ങളുടെ നാട്ടുകാരെയാണ്. കവി വരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. പിന്നെ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി.
എൻ്റെ സ്കൂളിൻ്റെ ഹെഡ് ഫാക്കൽറ്റീസ് ആണ് എൻ്റെ അക്കാഡമിയില്. പിന്നെ നിങ്ങളുടെ നാട്ടുകാരി അവരുടെ വീട് മണ്ണാർക്കാടിലാണ്. സോ നമുക്ക് പരാതി പറഞ്ഞിട്ടുള്ള സെമിനാറൊക്കെ നടത്തി, പക്ഷെ എന്ത് ചെയ്തില്ല, എന്ത് പ്രോഡക്റ്റ് ആണ്, ഏത് ബ്രാൻഡാണ്, എവിടെ കിട്ടും എന്നൊന്നുമില്ല. ഇവിടെ നേരെ തിരിച്ച് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ, ഏത് ബ്രഷ് ആണോ, എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ഏറ്റവും കൃത്യമായിട്ട് ജാൻമ പറഞ്ഞുതരും. അതിന്റെ അപ്പുറം ജാൻമ നിങ്ങൾ പരിചയപ്പെടുത്തിയ കവിയുണ്ട്, പാലക്കാടുള്ള ആളാണ്. കവി വളരെ കൃത്യമായിട്ട്, കവിന്റെ ഇംഗ്ലീഷൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ഇംഗ്ലീഷൊക്കെ ആയിരിക്കും, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചോദിച്ചോളൂ. മലയാളിയാണ്, പാലക്കാടുകാരനാണ്. എന്നാലും ക്ലാസ് എടുക്കുമ്പോൾ കുറെ ഇംഗ്ലീഷൊക്കെ കയറി വരും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, പോകണം. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി. മിക്കവാറും എല്ലാവരും ഫിറ്റ്നസ് തന്നെയാണല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്ന ആൾക്കാര്. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യല്ലേ? പാർലർ ബേസ് ഒന്നുമല്ല, പാർലർ ഉണ്ട്, ഓൺട്രപ്രണേഴ്സ്. ഇവിടെ പാലക്കാട് തന്നെയല്ലേ? ഇവിടെ അടുത്തൊക്കെ. സോ നമുക്ക് ഇവിടെ ഇന്ന് ക്ലാസ്സിൽ ഒരു പക്ക ക്ലാസിക് ആയിട്ട് ലുക്സ് ആണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് ലുക്ക് എല്ലാ കിട്ടില്ലേ? ഉണ്ടോ പട്ടാപ്പട കേറി ലെൻസ് ഓൾമോസ്റ്റ് അറിയില്ലേ? അറിയില്ല. അതായത് ഐ ക്ലിനിക്കിലെ പോയിക്കോ. അല്ലേ ഈ സ്കിൻ ടോണിലെ ഇത് ഈസിയാണ്. ഇത് നമുക്ക് എപ്പോഴും റെഗുലർലി കിട്ടുന്ന ഒരു സ്കിൻ ടോണാണ്. ഓക്കെ, ഇതും ഫെയർ നമുക്ക് ആൾക്കാർ ഭയങ്കര കുറവാണ്, ഇതും ഡാർക്ക് ആൾക്കാർ നമുക്ക് ഭയങ്കര കുറവാണ്. പക്ഷെ ഈ കളർ ടോണിന്റെ കുറച്ച് ആൾക്കാർ നമുക്ക് മാക്സിമം ആൾക്കാർ ഒരു 80% ആൾക്കാർ നമുക്ക് ഈ മീഡിയം സ്കിൻ ടോണില്ല അല്ലേ? സോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ആ ഇങ്ങനെ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബെസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്രൂവ് ആക്കാൻ പറ്റും, ഐ മേക്കപ്പിന്റെ ഡിഫറൻസസ് നമുക്ക് കാണിക്കാൻ പറ്റും. സോ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടുതലാണ്. ഇപ്പൊ കുറെ ഫെയർ നമുക്ക് നായിക്കാന്റെ പ്രീപ്രൈമർ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താ മനസ്സിലായോ? നമുക്ക് പോസ്റ്റേഴ്സ് എല്ലാം ക്ലോസ് ആക്കി കൈസ് ക്ലോസ് ചെയ്തിട്ട് ഒരു ഗ്ലാസിന്റെ ഒരു ഫീലിംഗ് മീൻസ് ഒരു വാല് മലയാളത്തിൽ പറഞ്ഞ അതിപ്പോ അപ്ലൈ ചെയ്തത് മറ്റേ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ട് പ്രൈമറാണ്. അത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരിക്കും, ഭയങ്കര ലൈറ്റും ആയിരിക്കും. പക്ഷെ സെയിം ടൈം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ പോസ് ഒക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ബ്ലർ ചെയ്യും. അത് പെട്ടെന്ന് ബ്ലർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബേസ് കിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. സോ അതിനാണ് നമ്മൾ അത്തരത്തിലുള്ള സിലിക്കോൺ ബേസ്ഡ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. സിലിക്കോൺ ബേസ്ഡ് പ്രൈമേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിലും പോകും. അത് ഓൾമോസ്റ്റ് നല്ലൊരു ഓയിൽ കൺട്രോൾ നിലനിർത്താൻ, അതുപോലെ തന്നെ നല്ല സ്വെറ്റ് ഒക്കെ നല്ല റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രൈമേഴ്സ് ആണ് സിലിക്കോൺ ബേസ്ഡ് പ്രൈമേഴ്സ് ഒക്കെ. ഫസ്റ്റ് ഇതിന്റെ മുന്നേ ഫേസിന്റെ ക്ലിയറൻസ് ഇപ്പൊ ക്ലിയറൻസ് നോക്കൂ, ഒരു ബ്ലർഡ് എഫക്റ്റ് വന്നോ അല്ലേ? ഒരു ഇപ്പൊ നോക്കൂ, ഓപ്പൺ ചെയ്യാൻ ലുക്ക് ഡിഫറൻസസ് കണ്ടോ? അപ്പൊ തന്നെ ഐസിന്റെ ഷേപ്പ്, ആ ലൈൻ അല്ലേ, പ്രോപ്പർ ആയിട്ടൊരു ലൈൻ കണ്ടല്ലേ? അതിന്റെ മേലേക്ക് അതിന്റെ താഴെ പിന്നെ ഹൈലൈറ്റ് ഈ സാധനങ്ങളും എനിക്ക് പ്രോപ്പർ ആയിട്ട് കാര്യമില്ല. ഇപ്പൊ മനസ്സിലായോ? രണ്ട് സൈഡില് ലാഷസ് ഇല്ലാത്ത നമുക്ക് അത് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതാണ് നമുക്ക് വേണം. ഇപ്പൊ നമ്മള് ക്യാൻഡിലാവും ഗ്രാമം വെച്ചിട്ട് What is that girl name? എന്നെ പറയാൻ നല്ലൊരു ഭയങ്കര ഫൈറ്റിംഗ് ചെയ്യും. അതൊക്കെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഈ ഫൈറ്റിംഗ് ചെയ്ത് എനിക്ക് മടുത്ത്.
സോ ബേസിക്കലി സമന നമ്മള രണ്ടുപേരും നമ്മുടെ സെയിം ഏജ് അല്ലേ. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, നമ്മള് വീട്ടിലെ ആൾക്കാരുടെ എപ്പോഴും ഫൈറ്റിങ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും. സോ ഒരു ദിവസം ഞാൻ വിളിച്ചത് അപ്പൊ അമ്മേ നാളെ അപ്പൊ തന്നെ അമ്മ ആ ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. വിശ്വാസിക്ക് പേടിച്ച് പോയില്ലേ. 3 മണിക്കായിക്കോട്ടെ 2 മണിക്കായിക്കോട്ടെ തൊട്ടില്ല, അത് അങ്ങനെയിരിക്കും. അത്ര ടൈം പോകണം, അത്ര നാച്ചുറൽ ലുക്കാണ്. അതിന് ആർട്ടിസ്റ്റ് ബേസിക്കലി ഫീമെയിൽ ആർട്ടിസ്റ്റ് മോർണിംഗ് ഷോർട്ട് കൊടുക്കില്ല. ചിലപ്പോൾ ഷോർട്ടിലെ കാരണം മോർണിംഗ് നമുക്ക് ഒരു ഷോർട്ട് ജസ്റ്റ് ഒക്കെ സംസാരിക്കുന്ന ഷോർട്ട് പിന്നെ ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ടില്ല ഭയങ്കര നാച്ചുറൽ ഫസ്റ്റ് ഒരു പൗഡേഴ്സ് ലുക്ക് ഉണ്ട്. ആ 2 സാധനം വേണ്ടത് കാരണം നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഷോർട്ട് കൊടുക്കുന്നത്, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവിടെ ഷോർട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് മഞ്ഞ വെച്ചിട്ട് ഇരിക്കുന്നേ പോയാൽ മതി. നമ്മൾ കുറച്ചിട്ട് കിടക്കണം, പിന്നെ ആസാമിൽ പോയിട്ട് ഒന്ന് ചത്തിട്ട് കൊണ്ടുവരണം. അല്ല ഒന്ന് പുറത്തിറങ്ങാൻ കൂടി. ഓക്കെ, സോ ഇപ്പോൾ ഈ മൂവി നിങ്ങൾ പ്ലീസ് കാൾ ചെയ്യും. ബോക്സ് വീഡിയോ നല്ല രീതിയിൽ പ്രൈമർ ഫേസിൽ എല്ലാവരുടെയും പ്രൈമർ ഇടും, പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ണിലടിയിൽ പ്രൈമർ ഇടാൻ മറന്നു പോകും. ഇടുമ്പോ ഏത് പ്രൈമർ ആയിക്കോട്ടെ, എസ്പെഷ്യലി അണ്ടർ ഐസ് ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ഉപയോഗിക്കാൻ നോക്കുക. കണ്ണടിയിൽ പോയിട്ട് ഒരിക്കലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് ഇടരുത്. ഓയിൽ ബേസ്ഡ് ആയിട്ട് പ്രൈമേഴ്സ് ഇട്ടുന്ന സംഭവിക്കും അവിടെ പിന്നെയും ഓയിൽ പ്രൊഡക്ഷൻ വരും, പിന്നീട് ഓയിലി ആവും. ഇവിടെ കണ്ണിനടിയിൽ കുറെ ഓയിലി സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കാണുന്ന സമയത്ത് കണ്ണ് ഉള്ളിലോട്ട് കൊള്ളുന്നു തോന്നും, കണ്ണ് ഉള്ളിലോട്ട് പോകും. അപ്പൊ ഒരിക്കലും ഇടരുത്, ഓയിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇടരുത്. എത്ര ഈ ഭാഗത്തോട് വരത്തില്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന കോണാണ് ഇങ്ങനെയാണ് ഡാർക്ക്നെസ് വരുന്നത്. ഇവിടെ ഒരു ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ് ഒരു ഗ്ലാൻഡ് ഉണ്ട്, അത് സ്ട്രിങ്ക് ആകുമ്പോഴാണ് ഈ ഡെപ്പോസിറ്റേഷൻ വരുന്നത് ഡെഡ് സെൽസിന്റെ. അപ്പൊ ഈ ഡെഡ് സെൽസിനെ നമ്മൾ കൺസീവ് ചെയ്ത് പോവുക ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ട്രയാങ്കിളും സ്ക്വയർ ഇട്ടിട്ട് സംഭവിക്കും, അവിടെ എല്ലാം നമ്മൾ കൺസീവ് ചെയ്യുന്നത്. അപ്പൊ പർപ്പസ് മാറി. ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പ്ലേസ്മെന്റ് എവിടെയാ, ഇന്നർ കോർണറിനാണ് പ്ലേസ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ വിടുമ്പോൾ സംഭവിക്കുന്ന ഇത്തരത്തിലെ ഏരിയയിലോട്ട് അത് ഈ പ്രൊഡക്റ്റ് വരുന്നില്ല. അപ്പൊ എന്ത് നമുക്ക് മിനിമൈസ് ചെയ്യാം? അതിന് അവര് പറഞ്ഞ വീഡിയോ പാട്ട് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എനിക്ക് മീരർ ഇല്ലാത്ത ഫ്രഞ്ച് പ്ലേറ്റ്, ഫ്രഞ്ച് ബഫ്നെസ് കിട്ടാൻ. എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് ഹാപ്പി ആയിട്ട് തോന്നും. ഓക്കെ, ടീക്കായിട്ട് തോന്നും. എക്സ്റ്റൻഷൻ കാർഡ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് അത് മെസ്സി ആയിട്ട് കുറച്ച് ടീക്കായിട്ട് തോന്നും. അതൊക്കെ എല്ലാവർക്കും അറിയാം. ബാക്കി
അല്ലേ സൂപ്പറായിട്ട് വാങ്ങിക്കാനുണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മളെന്തോ ചെയ്യാൻ അതെ അല്ലേ അതൊക്കെ അടിപൊളിയായില്ലേ വാങ്ങിക്കണം പക്ഷെ അന്ന് നമ്മൾ വില ചോദിച്ചു എത്ര 4000 ഇതിനോ നമ്മൾ ചോദിച്ചില്ലേ കോയമ്പത്തൂരിൽ 3000 ആയിരുന്നു അല്ലേ ഇത് അങ്ങനെ തന്നെ അല്ലേ ഈ റെഡ് വെച്ച് കണ്ടപ്പോൾ എനിക്ക് നക്ഷത്രത്തിലെ ദൈവ ചേച്ചനാണ് ഏത് സാരി എന്താ ഉദാഹരണം പറയുന്നത് ചേട്ടൻ മുടിയില്ല പതിനാല് വർഷമായി പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെയൊക്കെ കണക്ക് ചോദിച്ചാൽ എന്താ പറയുക? അത്രയും ശരിക്കില്ലേ പോലീസുകാരൻ പറഞ്ഞത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എനിക്ക് അങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് ബാംഗ്ലൂരിന് പോകുന്നു പറയുന്നത് സുന്ദരിച്ചോളെ വരുന്നുണ്ടോ അല്ല സുനി ചേച്ചി ആ ഫോട്ടോഗ്രാഫറെ നമ്മുടെ സെക്ഷനാണ് ഫോട്ടോ എടുക്കുന്നത് നല്ലതും ബാഗ് വയറ് കണ്ടാന്ന് ഈ മോളുടെ അമ്മയാണ് ആ ബ്രൈഡ്. ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായത്രേ. ഇന്നാണ് ബ്രൈഡായിട്ട് ശരിക്കും അങ്ങോട്ട് ഒരുങ്ങണത് എന്നാണ് ആ ചേച്ചി പറയണത്. അതിൽ നിന്ന് PhD എടുക്കുന്ന സമയത്ത് ഇതിന് യാതൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്കുള്ള ക്ലയന്റ് എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീ പുരുഷന്മാരാണ്. സൈക്കോളജിസ്റ്റിന്റെ മലയാളം രോമശാസ്ത്ര വിദഗ്ധൻ എന്നാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കാൾപ്പ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നത്തെ കാര്യമാണ്. കബി അവിടെ ഈ ഡയമണ്ടിന്റെ ബാംഗിൾസ് ഉണ്ട്, അത് അയച്ചു
സ്റ്റോണിന്റെ ഡയമണ്ട് നല്ല സ്റ്റോണിന്റെ അത് പൗഡർ നമുക്കൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ആ ഗ്ലാസ് സ്കിന്നിന്റെ പോലെ ഒരു സ്കിൻ പ്രോപ്പർ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലേക്ക് ഫ്ലാഷ് ആവും. ഗ്ലിറ്റർ പൗഡർ ബ്രാൻഡ് അത് ഫോളോ അത് ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓയിൽ എപ്പോഴും വെക്കും. അതിന്റെ കൂടെ ആ ഗ്ലിറ്റർ പൗഡർ വെക്കും. ഫസ്റ്റ് റെവ്ലോണിന്റെ ബ്രോൺസർ ഉണ്ടോ, ഒരു ബ്രോൺസർ വേണം കയ്യിൽ. കാരണം ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ ടൈം നമുക്ക് മേക്കപ്പ് ഇടാൻ പറ്റില്ല. ബ്ലൗസ് സാരിയില് പറഞ്ഞല്ലേ, ഇപ്പൊ ക്രിസ്ത്യൻ ബ്രൈഡ് ഉണ്ടെങ്കിൽ വൈറ്റ് ഡ്രസ് അല്ലേ, സോ നമുക്ക് മേക്കപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ എന്താവും, ബോഡിയിലാവും. അതിനെ കുറച്ച് ബേബി ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സീമാട് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ഗ്ലിറ്റർ അല്ല, ഇത് സീമാടാണ്. ഗ്ലിറ്റർ വേറെ ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് തോന്നും. അത് ലിപ് ഗ്ലോസ് ഉള്ളിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ലാഷസ് ഗാം കൊടുത്തു മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് അത് ഗ്ലിറ്റർ കൊടുക്കണം. ഓക്കെ, സോ അത് കൈ ബാക്ക് ബേസിക്കലി നമുക്ക് ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ബേസിക് പർപ്പസ് എന്താ? ഫൗണ്ടേഷൻ ബേസിക് പർപ്പസ് എന്താ? ഈവൻ ആക്കി എടുക്കുക. ഫേസ് ഉണ്ട്, നമ്മുടെ ഫേസിൽ അൺഈവൻസിനൊക്കെ ഈവൻ ആക്കി എടുക്കുക എന്നുള്ള പർപ്പസ് മാത്രമേ ഉള്ളൂ. ഫേസിൽ ഇപ്പോ മുഖത്തെ എല്ലാവരുടെയും ഫൗണ്ടേഷൻ വേണമെന്നില്ല, മനസ്സിലായില്ലേ? ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവരും വേണമെന്നില്ല. സോ എസ്പെഷ്യലി ഫോർ ബ്രൈഡിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറെ നേരം ആ ഒരു ഫ്രഷ് ലുക്ക് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ റെഗുലർ ഹെവി ഫൗണ്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇതൊക്കെ ആവശ്യം, ഇപ്പൊ കൺസീലറും എല്ലാവർക്കും ആവശ്യം വേണമെന്നില്ല, അത് ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് നമ്മൾ പറഞ്ഞു എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും നല്ല രീതിയിൽ ധാരണ വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ കരുതുമ്പോൾ. ഇപ്പൊ മിക്കവാറും എല്ലാ ഫൗണ്ടേഷൻസിന് അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. അപ്പൊ ഒട്ടുമിക്ക ചെറിയ ചെറിയ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്ത് പോകും. എന്നിട്ടും കവർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കൺസീലർ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ ഓവർ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മിനിമൽ ആയിട്ട് എപ്പോഴും ബിൽഡ് ചെയ്യുക പ്രോഡക്റ്റ്. ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേണോ നോക്കുക, കണ്ണ് തുറന്ന് ഫേസിലോട്ട് നോക്കുക, വേണോ വേണ്ടെന്നുള്ള. എന്നിട്ട് എവിടെ വേണമെന്നുള്ളത് അവിടെ കൊടുക്കുക. അല്ല മൊത്തത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് പഠിച്ചത് കൊണ്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാറുള്ളത്. അല്ലാണ്ട് നമ്മൾ ഇത് പഠിച്ചു ഇന്നതിന് ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ നമ്മൾ വെഡിങ് ചെയ്യുന്ന പോലെ ഒരിക്കലും ട്രൈ ചെയ്യില്ല. സത്യാവസ്ഥ ഒരു കാര്യം, നമ്മൾ വെഡിങ്ങിന് മേക്കപ്പ് ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യൂല. മേക്കപ്പ് എന്താണ് വേണ്ടി സ്വന്തം സ്കിൻ ക്ലിയർ ആക്കുക, അത് കഴിഞ്ഞ് ചെയ്യാം. ആവശ്യമില്ല. സമയം പോലെ കുഴപ്പമില്ല, എണീപ്പിച്ചാൽ ചോദിപ്പിക്കും. ആരും ചോദിച്ചിരുന്നത് സെറ്റ് ആവാതിരിക്കാൻ എന്താ ചെയ്യാന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അല്ല ചോദിക്കൂ, നിങ്ങൾ എന്താ പേ ചെയ്യാൻ? ഞാൻ കളിക്കാൻ പോവാ. ഇല്ലല്ലോ, ചോദിക്കൂ. മനസ്സിലായി ചേച്ചി, ഫേസിലുണ്ട് ഹെയർ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഡ്യൂട്ടി പോയിട്ട് മേക്കപ്പ് ചെയ്യാ, തിരിച്ചു വരാം. ഫേസിലെ ഹെയർ ഉണ്ട്, വേറെ എവിടെയാ ഉണ്ടെങ്കിൽ അത് പാലിനെ പോയിട്ട് വാക്സിൻ ചെയ്യണം. ഫേസിലുണ്ടെങ്കിൽ അതാ വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ഇടുന്നുണ്ട്. സത്യമല്ലേ? ഇപ്പൊ ഫേസിന്റെ ഹെയർ ഉണ്ടോ, ചെറിയ ഹെയർ ഉണ്ടെങ്കിൽ ബ്ലീച്ച് പണ്ടേ ഉണ്ട്. ലേജറിന്റെ മുന്നേ അത്ര ഇപ്പൊ അല്ലല്ലോ രോമം പറഞ്ഞ്, പണ്ട് മുന്നിൽ എല്ലാവർക്കും ഉണ്ട് അല്ലേ? ചിലപ്പോ കുറച്ച് ആൾക്കാർക്ക് കൂടുതലുണ്ടോ, കുറച്ചു ആൾക്കാർക്ക് കുറവാണോ. ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ലേജർ ട്രീറ്റ്മെന്റ് അല്ലേ? ലേജർ ചെയ്തിട്ട് അത് കളയണം. അല്ലെങ്കിൽ ഒരു നല്ല സ്കിന്ന് നമുക്ക് പിടിക്കാൻ പറ്റുന്ന സ്കിൻ ഉണ്ടെങ്കിൽ വാക്സിൻ ചെയ്യും, അല്ലെങ്കിൽ ബ്ലീച്ച്
അല്ലേ? ഇതിന്റെ മേലിലേക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ രജനി കൊണ്ടുവന്നിട്ട് ആണുങ്ങളുടെ പോലെ രോമം മറിച്ച് കളയാൻ അത് ഒരിക്കലും ഇരിക്കണ്ട. ഞാൻ നോർമലി ലെൻസ് ഇടില്ല, കാരണം നമുക്ക് ലെൻസിൽ എവിടെ ഒരു റഷസ് വന്ന് കഴിഞ്ഞിട്ടില്ലേ, അതിൽ എന്താ പ്രശ്നമില്ലേ, ജയിലിൽ പോണ പരിപാടിയാണ് ഇതാ. ചിരിയുണ്ടല്ലോ പോലെ ചോദിക്കും. ഇവിടെ സ്കിന്നിന്റെ കളറല്ല ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നമുക്ക് ഏത് സ്കിൻ കളറിലല്ല ഒരു ആർട്ടിസ്റ്റിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ടെക്നിക്കൽ തന്നെയാണ്. നോർമൽ മേക്കപ്പ് ഇതിനെ കുറിച്ചിട്ടൊരു അത് 10 സെക്കൻഡ് ഞാൻ പറഞ്ഞത്. മേക്കപ്പ് പറഞ്ഞില്ലേ, നമുക്ക് മീനിങ് എന്താ, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ, നമ്മളുടെ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ പാർലറിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോർമലി പറഞ്ഞ് ഹീന അല്ലേ. ആൾക്കാരി കൂടെ ആക്ച്വലി മിഡിൽ ഏജ് ആൾക്കാരി നമുക്ക് ഹെയർ കുറച്ച് വൈറ്റ് ഹെയർ വന്ന് കഴിഞ്ഞിട്ട് ഡൈ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഹീന അല്ലേ. പിന്നെ അതിന്റെ കൂടെ നമുക്ക് പേഴ്സണലി നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഒരു മിനിറ്റ്. Henna being a long lasting color with your blend and herbs that gives you hair. ഓക്കെ പുട്ടും പാനൊക്കെ എടുത്തോ? ചിലപ്പോൾ നാളെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഇതാ ശരിക്കും കണ്ടുപോലെ ഇരിക്കുന്ന റീസെന്റ് വന്നതാ ഷാലറ്റിലൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്ഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ വർക്ക് അത്രയ്ക്കും ഹൈ ക്വാളിറ്റി ഇതാക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സും പഠിക്കണം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റി ധാരണയും വേണം. ഒരിക്കലും ഇതോടെ നിർത്തരുത്. ഓക്കെ, എല്ലാവരും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്തൊരു ഫോട്ടോ ഓരോരുത്തരായിട്ട് കയറി വരാൻ പാടില്ല. ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാനും ഒരാളായപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ നിങ്ങളും എന്നെ വിളിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. Thank you.